നല്ല പഞ്ഞി പോലുള്ള തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന രുചികരമായ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കോക്കനട്ട് മിൽക്ക് ചട്നി, അതുകൂടാതെ വെജിറ്റബിൾ സ്റ്റൂ, എഗ്ഗ് കറി ഇതിനോടൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. പശ കുറഞ്ഞ നല്ല വെളുത്ത പച്ചരിയാണ് ഇതിന് വേണ്ടത്. അപ്പോഴേ അത് തയ്യാറാക്കുമ്പോൾ നന്നായിരിക്കുള്ളൂ. ഇനി നമുക്ക് ബൗളിലോട്ട് 3 കപ്പ് വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് വേണ്ടത്. ബൗളിലോട്ട് ഇടാം. എന്നിട്ട് അരക്കപ്പ് അളവിൽ കപ്പി കാച്ചാൻ വേണ്ടി എടുക്കേണ്ടതാണ്. അരക്കപ്പ് അളവ് അരിപ്പൊടി എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളം നമുക്ക് സോസ് പാനിലോട്ട് ഒഴിച്ച് നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് നല്ല ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും അരിപ്പൊടിയൊക്കെ ആദ്യമേ ഒന്നുകൂടെ അരിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കേണ്ടത്. എന്നാലേ നമ്മളിങ്ങനെ കപ്പിയൊക്കെ കാച്ചുമ്പോൾ അതിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാനാണ്. നമുക്കത് തണുത്തതിന് ശേഷം ബൗളിലെടുത്ത് വെച്ച അരിപ്പൊടിയിലോട്ട് അത് കുറച്ചിട്ടൊന്ന് നല്ല കുഴച്ചെടുക്കണം. എപ്പോഴും ഈ കപ്പി കാച്ചുന്ന അത് കുറച്ച് മതിയാവും. അതേസമയം അരിപ്പൊടി കൂടുതലോ ആണ് വേണ്ടത്. അല്ലാതെ ഇത് കപ്പി കാച്ചിയത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ അത് ലൂസാവുകയും അത് ശരിയായിട്ട് വരില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളിങ്ങനെ വിരകിയെടുക്കുമ്പോൾ തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മളത് തലേ ദിവസം രാത്രിയിൽ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കണം. പിറ്റേ ദിവസം രാവിലെ അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ ഒരു 2 കപ്പ് തിരുമിയ തേങ്ങ ഇട്ടതിന് ശേഷം 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അതപ്പോൾ അത് നല്ല ഇപ്പോൾ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ തേങ്ങാപ്പാൽ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ മാവിൽ ചേർക്കാൻ രണ്ടാമത് ഒന്നുകൂടെ കുറച്ച് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം അതിൽ ചേർത്താൽ മതിയാകും. ഇപ്പോൾ തലേദിവസം നമ്മൾ അത് ഫെർമെൻറ്റ് ചെയ്യാൻ വച്ചതാണ്. രാവിലെ അത് എടുത്തു. ഇപ്പോൾ അത് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എപ്പോഴും കുറേശ്ശെ ഒഴിച്ചിങ്ങനെ ഇളക്കുന്നതാണ് നല്ലത്. എന്നാലേ അത് നല്ല അലിഞ്ഞതിൽ നല്ല അത് മെൽറ്റാവുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് അതിൽ ബേക്കിംഗ് സോഡയും ചേർക്കണം. കുറഞ്ഞ അളവിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റൊക്കെ ക്ലീൻ ആക്കാൻ ഇത് സഹായിക്കും. അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. എന്നിട്ട് 1 ടീസ്പൂൺ ഷുഗറും അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ സോൾട്ടൊക്കെ വളരെ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. സോൾട്ടൊക്കെ മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസമുണ്ടാകും. അത് വരാതിരിക്കാനാണ്. ഇനി നമുക്ക് അത് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലേ നല്ലവണ്ണം അത് യോജിച്ച് കിട്ടുകയുള്ളൂ. ഉടനടിയും ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്വാദുണ്ടാകും. അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തിക്കാവുന്നുവെങ്കിൽ 2ാം പാൽ ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല. എന്നിട്ട് അടച്ചു വെച്ച് ഒരു മിനിറ്റ് മതിയാകും. നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ അത് എടുത്ത് മാറ്റാവുന്നതാണ്. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള പാലപ്പമാണ്. നമ്മളത് കൂടുതൽ ക്വാണ്ടിറ്റി മാവ് തയ്യാറാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതും അതുപോലെ ചുറ്റിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പാലപ്പത്തിന് കളറ് വ്യത്യാസമുണ്ടാവും.
വൈറ്റ് കളറിൽ വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇടരുതെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തത് റെഡിയായി. നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരു തവണ തയ്യാറാക്കി നോക്കുമ്പോൾ മനസ്സിലാവും, ഞാനിത് വെറുതെ പറയുന്നതല്ല. അപ്പോൾ അത് റെഡിയായി. നമുക്കതൊന്ന് കയ്യിൽ വെച്ചൊന്ന് അതിൻ്റെ സോഫ്റ്റ്നെസ് നോക്കാം. കുട്ടികൾക്കൊക്കെ തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് വളരെയധികം ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫാമിലിയിലുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.